ജമ്മു കാശ്മീരിൽ ഒരു ഭീകരനെ കൂടി സൈന്യം വധിച്ചു എന്ന വാർത്തയാണ്. ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ രാധാകൃഷ്ണൻ. SK ഇന്നലെ ഈ കുൽഗാമിൽ രണ്ടിടങ്ങളിലാണല്ലോ ഈ ഭീകരാക്രമണം ഉണ്ടായത്. മോർഗാം എന്നിടത്ത് ഭീകരാക്രമണം ഉണ്ടാവുകയും നമ്മുടെ ഒരു ധീര സൈനികന് വീരമൃത്യു ഉണ്ടാവുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഒരു ഭീകരനെ ഇപ്പോൾ സേന വധിച്ചിരിക്കുന്നത്. മറ്റിടത്ത് 4 ഭീകരരെ നേരത്തെ വധിച്ചിരുന്നു. മോർഗാമിൽ ഈ 5 ഭീകരർ ആ മേഖലയിലേക്ക് എത്തി എന്നുള്ള ഒരു നിരീക്ഷണമാണുള്ളത്. അതിൽ ഒരു ഭീകരനെയാണ് ഇപ്പോൾ സേന സൈനിക നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വധിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ കണ്ടെത്താനും അവരെയും നിർമ്മാർജ്ജനം ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജനവാസ കേന്ദ്രങ്ങളുണ്ട് എന്നുള്ളതാണ്. ഈ ഭീകരരായിട്ടുള്ള 1-2 ആളുകൾ ഈ 100 ആളുകൾ വസിക്കുന്ന ഒരു മേഖലയിലേക്ക് നുഴഞ്ഞു കയറി അവരെ മറയാക്കി നിർത്തിയിട്ട് സൈന്യത്തിന് നേരെ നിറയൊഴിച്ചാൽ അവർക്ക് ഈ സാധാരണക്കാരുടെ ജീവന് വിലയില്ല. പക്ഷെ നമുക്ക് സൈന്യത്തിന് ആ രീതി അവിടേക്ക് കയറാനായിട്ട് അങ്ങനെയുള്ള ഘട്ടത്തിൽ അല്ലെങ്കിൽ സൈനിക നടപടികൾ നടത്താനായിട്ട് സാധിക്കില്ല. അത് മുതലാക്കിയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അതിനെ വളരെ തന്ത്രപരമായിട്ട് നേരിട്ടുകൊണ്ടാണ് സേന ഈ ഭീകരനെ ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. മറ്റുള്ളവരെയും പിടികൂടാൻ അഥവാ അവരെ അവിടെ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് സേന ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കുൽഗാമിൽ മൊത്തം 5 ഇടങ്ങളിലാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത്. നേരത്തെ അല്പസമയം മുമ്പ് നമ്മൾ രജോരിയിൽ ഉണ്ടായ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം പറഞ്ഞിരുന്നു. സൈനിക കേന്ദ്രത്തിന് നേരെ ഉണ്ടായ ഭീകരാക്രമണം. അവിടേക്ക് കൂടുതൽ സേനാ മേധാവികൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. SK. താങ്ക് യു ആർ രാധാകൃഷ്ണൻ.